ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് അഞ്ജന. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു ഗാർഡനിങ് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് നല്ല കമൻസ് ആയിരുന്നു കേട്ടോ. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണം, നല്ല രസം ഉണ്ടായിരുന്നു, ചെടികൾക്കൊക്കെ എന്താ ഇട്ട് കൊടുക്കുന്നത്, അങ്ങനെ ഒരുപാട് നല്ല കമൻസ് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തവണയും അതുപോലത്തെ ഒരു ഗാർഡനിങ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ ടെറസിൻ്റെ മീതുള്ള ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ആയിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഓണൊക്കെയല്ലേ വരണേ, അപ്പോൾ ഇത്തവണ നമുക്ക് ഈ താഴ്ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിനോടൊപ്പം തന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് കലേഡിയം അലോക്കേഷ്യ വെറൈറ്റീസും താഴത്ത് വെച്ചിട്ടുള്ള ചെടികളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്നും വിചാരിച്ചു. താഴത്ത് ഒന്ന് രണ്ട് ആമ്പലും ഒരു താമര ഉണ്ട് കേട്ടോ. താമരയൊക്കെ പിടിച്ച് വരുന്നേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ കലേഡിയം അലോക്കേഷ്യ അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ബിസിലിസി അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെയാണ് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതല്ല കേട്ടോ. എൻ്റെ ഷോർട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന ചെടികൾ പറിച്ചു കൊണ്ടുവരും, എന്നിട്ട് നട്ട് കൊടുക്കും. അത് പിടിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറ്റി മാറ്റി വെച്ചിട്ട് കുറേ ചട്ടിയിലാക്കിയെടുക്കും. എൻ്റെ എല്ലാ ചെടികളും അങ്ങനെയാണ്. ഞാൻ എന്നാൽ കുറച്ച് ചെടികളൊക്കെ പൈസ കൊടുത്ത് വാങ്ങി വെച്ചിട്ടുമുണ്ട് കേട്ടോ. അങ്ങനത്തെ ചെടികളും എൻ്റെ കയ്യിലുണ്ട്. ഞാനായിട്ട് ഇങ്ങനെ ഓരോരുത്തന്ന് കളക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ചെടികളും ഉണ്ട്. ഇപ്പോൾ ഈ താഴത്തുള്ള എല്ലാ കലേഡിയംസും നമുക്ക് റോഡ് സൈഡിൽ നിന്നും പിന്നെ ഓരോ ചേച്ചിമാർ അവിടെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ തന്നിട്ട് അങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു വലിയ ചട്ടിയും കൂടി അവിടെ നിന്ന് എടുത്ത് മാറ്റണം. പക്ഷെ അത് പൊന്തിക്കാനുള്ള കഴിവ് എനിക്കില്ലാത്ത കാരണം ഞാനത് നിരക്കി മാറ്റി വെച്ചിട്ട് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് കൊടുക്കുക ചെയ്തേക്കണേ. അപ്പോൾ ഇതിൽ ഇലച്ചെടികളോട് എനിക്ക് എന്തത്ര ഇഷ്ടം എന്നറിയോ, നല്ല കളർഫുള്ളായിരിക്കും കാണാൻ. ഗ്രീനും വൈറ്റും പിങ്കും റെഡും അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല കളർഫുള്ളായിട്ടാണ് ഈ കലേഡിയംസ് വരിക. അതുപോലെ ഈ വെക്കുന്ന ചെടിയില്ലേ, ഞങ്ങൾ എവിടുന്നോ പോയി വരുന്ന വഴിക്ക് ഒരു ചേച്ചി അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റോഡിൻ്റെ കാനയില്ലേ അതിലേക്ക് ഇടുമായിരുന്നു. അപ്പോൾ ഞാൻ പറക്കുന്നുണ്ടിട്ട് ആ ചേച്ചി ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, വേണമെങ്കിൽ അത് മുഴുവൻ കൊണ്ടുക്കോളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മുഴുവൻ വേണ്ട, കുറച്ച് മതി പറഞ്ഞിട്ട് ഒന്ന് രണ്ട് കമ്പ് എടുത്ത് കൊടുന്നു കേട്ടോ. അതൊരു വലിയ ചട്ടിയിൽ പിടിപ്പിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് ഈ ഒരു രീതിക്ക് ആക്കിയെടുത്തത്. ഇത് ശരിക്കും നല്ല ഭംഗിയിൽ വെക്കാൻ പറ്റുന്നതാണ്. വീടിൻ്റെ ഫ്രണ്ടിലും നമുക്ക് നല്ല ആൾക്കാരൊക്കെ കാണുന്ന ഒരു സ്പോട്ടിൽ വെക്കാൻ പറ്റും. കാരണം നമുക്ക് കാണുമ്പോൾ വാവ് അല്ലെങ്കിൽ നല്ല രസമായിട്ട് തോന്നുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന എനിക്ക് നല്ല ഇഷ്ടം. ഞാൻ കുറേ നാളായിട്ട് ഇതിങ്ങനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് പൂക്കളുണ്ടാവുന്ന ചെടികളും ഇഷ്ടമാണ്, എന്നാൽ ഇലച്ചെടികളും അതേപോലെ ഇഷ്ടമാണ്. പൂക്കളുണ്ടാകുന്നതിന് വേറൊരു ഭംഗിയും ഇലച്ചെടികൾക്ക് അതിൻ്റേതായിട്ടുള്ള ഭംഗിയാണ്. ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഇലകൾ നിൽക്കുമ്പോൾ ശരിക്കും നമുക്കൊരു പൂ ഉണ്ടാവുന്ന അതേപോലെ തന്നെയായിരിക്കും. പച്ച ചെടിയിൽ പൂവുണ്ടാവുമ്പോഴാണ് ആ ചെടിക്കൊരു ഭംഗി അറിയുള്ളൂ. പക്ഷേ കളർഫുൾ ചെടികളിൽ വേറൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ചെടികളാണ് ഇഷ്ടം? അതായത് ഇങ്ങനെ ഇലച്ചെടികളാണോ അതോ പൂക്കളുണ്ടാവുന്ന ചെടികളാണോ ഇഷ്ടമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കിയിട്ട് അടുത്തടുത്ത വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താമല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചട്ടികളൊക്കെ അവിടെ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. ഈ ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഫുള്ള് കലേഡിയം വെറൈറ്റീസ് വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പല തരത്തിലുള്ള വെറൈറ്റീസ്. നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഈ യൂറോപ്യൻ കൺട്രീസ് പോലുള്ളതൊക്കെ ഉണ്ടല്ലോ, അവരുടെ കലേഡിയംസൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ കൊതി വരും. അങ്ങനെ നല്ല നല്ല കളറാവും. ഞാനിപ്പോൾ എടുത്തൊരെണ്ണം കണ്ടേലേ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ റെഡ് വന്നിട്ടുള്ളൊരു കലേഡിയം. അയ്യോ, അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. അപ്പോൾ ഇപ്പോൾ ഞാൻ പോണോടത്തുനിന്നൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. എൻ്റെ ഷോർട്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കലേഡിയംസ് ഒക്കെ നട്ടു കൊടുക്കുന്നതും അതിലെന്തൊക്കെ ചേർത്തിട്ട് ആ പോട്ടിംഗ് മിക്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഷോർട്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ആമ്പലിൻ്റെ തൈ തരുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണിച്ചില്ലേ, ആ ഒരു ആമ്പൽ ഇങ്ങനെ പിടിച്ച് കിട്ടണേ ഉള്ളൂ. അത് പിടിച്ച് കിട്ടാണ്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എനിക്കും ഇല്ലാണ്ടാവും നിങ്ങൾക്കും ഇല്ലാണ്ടാവും, അങ്ങനത്തെ ഒരു അവസ്ഥയാവും. പിടിച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിൽ നിന്ന് പുതിയ തൈകളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഉള്ളതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. ഈ ആമ്പൽ ഞങ്ങൾ പാടത്തുനിന്ന് പറിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് പിടിച്ച് കിട്ടില്ല എന്നൊക്കെ കുറേ പേര് കമൻസ് ഇട്ടായിരുന്നു. പക്ഷെ അത് പിടിച്ച് കിട്ടി. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ അതിനെ കാണുന്നുണ്ട്. ദേ കണ്ടോ, ഇത് ഈ ഒരു താമരയുടെ പോട്ടിലും ഒരു ആമ്പൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ജീവൻ വെച്ച് വരണേ ഉള്ളൂ. പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം നല്ല ചേറും കാര്യത്തിലൊക്കെ ആയിട്ട് പാടത്ത് വളർന്നൊരു ആമ്പലിനെ നമ്മൾ പറിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് ഒരു ചട്ടിയിലൊക്കെ വെച്ച് കൊടുക്കല്ലേ. അപ്പോൾ അത് പിടിച്ച് കിട്ടാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക നടപ്പാത പോലെ ആക്കിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ കുറച്ചും കൂടിയൊക്കെ ചെടികൾ വരട്ടെ. രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടക്കാനുള്ളൊരു സ്പേസ് വരുമ്പോൾ നന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പക്ഷേ കുറച്ചും കൂടിയൊക്കെ ചെടികൾ വന്നതിന് ശേഷമാണ് ഈ ഒരു ഏരിയയിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മൊത്തം പണികൾ കഴിഞ്ഞ് ഒക്കെ ഞാൻ നല്ല ഭംഗിയാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ എടുത്ത് ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. നട്ടു കൊടുക്കുന്ന സമയത്ത് ഇതിനൊന്നും
ചാണകപ്പൊടി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, വെറുതെ മണ്ണിലാണ് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ചാണകപ്പൊടിയൊക്കെ ഇട്ടത്. അപ്പോൾ ആ ലൊക്കേഷൻ ഒന്ന് നോക്കി, അതിന് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേ നല്ല ഫ്രഷ് ആയിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ വളർന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വളത്തിനേക്കാൾ എഫക്റ്റ് ഉണ്ടാവും ഈ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ. പ്രത്യേകിച്ച് അങ്ങനെ ഡാമേജ് ഒന്നും വരാറില്ല. അതിൻ്റെ കടക്കിലേക്ക് ആവാണ്ട് കുറച്ചിങ്ങനെ നീക്കി ഇട്ട് കൊടുത്താൽ മതി. ഒന്നിങ്ങനെ ചെനക്കിയിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി അതിൻ്റെ കുറച്ച് അകലത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളരും കേട്ടോ. ഇപ്പോൾ തന്നെ ഈ ഒരു ഏരിയ നോക്കി ഇങ്ങനെ നിരത്തി ഇങ്ങനെ ചെടികളിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇനിയും കുറേ ചെടികൾ ഇവിടെ കളക്ട് ചെയ്ത് കൊണ്ടുവയ്ക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ചെടികളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ. ആദ്യം കാണുമ്പോൾ ഇവിടെ 2-3 ചെടികളെ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ കുറച്ചധികം ചെടികളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ കാണാം. അപ്പോൾ എന്നാൽ അതുവരേക്കും ബൈ ബൈ.